വഴക്കും എടുത്തിട്ട് എല്ലാവരും വീട്ടിലുള്ള ഒരു സാധനമാണ് ഈ ബനാന ഫ്ലേവർ. അപ്പോൾ അതിനെ എടുത്തിട്ട് അതിൻ്റെ ഫില്ലിംഗ് വെച്ചിട്ട് ഞാൻ ഒരു റെസിപ്പി ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ അതേപോലെ ബീഫ് കസാബയും, അതും സെർച്ച് ചെയ്താൽ പോലും നമുക്ക് എവിടെയും കിട്ടില്ല അങ്ങനത്തെ ഒരു കട്ട്ലേറ്റ്. കാരണം അത് പൊട്ടറ്റോ ഇല്ല, അതിന് പകരം 20% ടാപ്പിയോക്കയും ബീഫ്, നമ്മുടെ കപ്പ ബീഫ് കോമ്പിനേഷനില്ലേ അതിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും ബീഫ് കസാവ. അതും കോഴിക്കോട് നിന്ന് കട്ട്ലറ്റ് കഴിക്കുകയാണെങ്കിൽ കട്ട്ലറ്റ് സ്റ്റേയിൽ തന്നെ കഴിക്കണം. കട്ട്ലറ്റ് സ്റ്റേയിൽ വന്ന് കഴിക്കണം എന്നില്ല കേട്ടോ. അവരിപ്പോൾ ഒരു പുതിയ ഫുഡ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അവർക്ക് പുതിയറ ഒരു ബ്രാഞ്ച് ഉണ്ട്, അതെല്ലാവർക്കും അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇരിങ്ങാടൻപള്ളി ഇപ്പോൾ സെക്കൻഡ് ഔട്ട്ലെറ്റ് തുടങ്ങി. ഇപ്പം ഇരിങ്ങാടൻപള്ളിയും പുതിയറൊക്കെ പോകാൻ മടിയുള്ള ആൾക്കാർക്കാണെങ്കിൽ ബീച്ചിൽ എല്ലാവർക്കും ഒരു ആക്സസ് ഉള്ള സ്പോട്ടാണല്ലോ. അപ്പോൾ ബീച്ചിലേക്ക് അവരൊരു ചെറിയൊരു ഫുഡ് ട്രക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബീച്ചിൽ സ്റ്റാർബക്സിന് മുമ്പിലായിട്ടാണ് ഈ കട്ട്ലറ്റ് സ്റ്റാൻഡിൻ്റെ ഈ ഒരു വാന് വൈകുന്നേരങ്ങളിൽ വരിക കേട്ടോ. അപ്പോൾ ഇതുവരെ കട്ട്ലറ്റ് സ്റ്റൈലെ കട്ട്ലറ്റ് നിങ്ങൾ ട്രൈ നോക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ട്രൈ നോക്കുക. അതുപോലെ അവരുടെ അടുത്ത് കുറേ വെറൈറ്റി ടീ ഉണ്ട്. നമ്മളെ കാർഡമം, സിനമൺ, പെപ്പർ, ജിഞ്ചർ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ടീകളുണ്ട്. ഞാൻ കട്ട്ലറ്റിൻ്റെ കൂടെ 2-3 വെറൈറ്റി ടീയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മഴയത്ത് കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ നല്ല ചൂടുള്ള ചായ കുടിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെ കേട്ടോ, അതും കട്ട്ലറ്റ് കൂട്ടിയിട്ട്. എന്തായാലും ട്രൈ നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കട്ട്ലറ്റ് സ്റ്റൈലെ കട്ട്ലറ്റ് വെറൈറ്റികൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. Bye.